വിശേഷം? ഇന്ന് കുംഭഭരണിക്ക് നമ്മളെല്ലാരും സദ്യ ഉണ്ടാക്കും. എന്റെ കൊച്ചുമോളെ കൊച്ചിന് തൂക്കമാണെന്ന്. അപ്പൊ അതിനെ കൊണ്ട് എല്ലാ സദ്യയും വച്ച് കൊച്ചിന് ചോറും കൊടുത്ത് നമ്മൾ കൊണ്ടുപോകും. ദേവിയുടെ നാളാണ്, ദേവി കുടിയിരുന്ന നാളാണ് ഇന്ന്. അത് കുംഭഭരണി, തൂക്കവും എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെല്ലാരും പോവും വർഷം തോറും അല്ല, നമ്മള് മിക്ക ദിവസവും പോവും. നമ്മളെ അടുത്തല്ലേ. റെഡിയായി, ഈ പപ്പടവും കൂടെ പൊരിച്ചാൽ മതി. ദേവിയുടെ തിരുനാളായിട്ട് ഇന്ന് പിന്നെ വില്ലിൽ തൂക്കം ഉണ്ട്. പിന്നെ അല്ലാതെ വേറെ ഇത് കുത്തിയോട്ടമൊന്നുമല്ല. പിന്നെ താലപ്പൊലി, ഇളക്ക്, ഇതെല്ലാമൊക്കെ ഉള്ളു. പിന്നെ നമ്മൾ ആദ്യം കീഴ്പേരൂരായിരുന്നു. കീഴ്പേരൂര് ഭരണിയാണ് നമ്മള്. എന്നടി ആ അമ്പലത്തിന്റെ പേര് ചെറക്കരക്കാവ് അമ്പലത്തിന്റെ ഇതായിരുന്നു നമ്മളെ. ഇപ്പോഴും നമ്മൾ ഇന്നലെ അവിടെ പോയി. അവിടെ ആണെങ്കിൽ ഇന്ന് ഇന്ന് അമ്മേരെ തിരുനാളാണ്. അത് ഇന്ന് തിരുനാൾ, കുത്തിയോട്ടം, തൂക്കം എല്ലാം ഉണ്ട്. ഇന്ന് ഭരണിയാണ്. നമുക്കിന്ന് എല്ലാവർക്കും ഓണക്കോടി, നമുക്കെന്നല്ല എല്ലാവർക്കും ഓണക്കോടിയും ഭരണിക്കോടിയും ഭരണി സദ്യയാണ്. എല്ലാ വീട്ടിലും സദ്യ എല്ലാം ഉണ്ട്. ഒഴുകി ഞങ്ങൾക്ക് പലഹാരം ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ നോക്കുന്നത്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ തയ്ക്കുന്നത്. സമയമില്ല, തയ്ക്കാനൊന്നും നേരമില്ല. അപ്പൊ ഇന്ന് കൊച്ചുമോളെ തൂക്കമാണ്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഞാൻ ഓർപ്പിച്ചൊന്ന് തയ്ച്ചെടുക്കുകയാണ്. അല്ലാതെ തയ്ക്കാനായിട്ട് ഇതിന് മെനക്കെടാൻ നേരമില്ല. മറ്റേ നല്ലോണം തയ്ക്കുമായിരുന്നു, ശരിക്കും തയ്യലും കിട്ടുമായിരുന്നു. ഇപ്പം അതൊന്നും നേരമില്ല, പലഹാരം ഉണ്ടാക്കുന്നത് കൊണ്ട്. നമുക്കിന്ന് ഭരണിയാണ്. ഞാൻ ഇതൊക്കെ ഇടും. മീനു എവിടെ പോണ്? എന്തിന്? ചോറ് കഴിക്കുക. അങ്ങോട്ട് നോക്കിയാ ഇത് കിട്ടുന്നില്ല നല്ലപോലെ. പായസം കൊടുത്തു വയ്ക്കണം. പായസം ഉണ്ടാവില്ല. നമ്മുടെ ഭരണി മഹോത്സവം അനുബന്ധിച്ച് സദ്യ വെച്ച് നമ്മൾ സദ്യ ഉണ്ടാകും. ഒരു കൈ പിടിച്ച് തല പിടിക്കാൻ സമ്മതിക്കായിരിക്കും. എല്ലാം ഒന്ന് ചാക്കിയാ നേർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന്റെ വലതുവശം നിങ്ങളുടെ വൈദ്യുത ദീപാലങ്കര ടവറിന്റെ
പോകാനൊന്നും വഴിയില്ല.